It was to be a battle of champions, hissing defiance, his forked tongue darting in and out. The cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail. The long hair on his spine stood up in the past. The very thickness of his hair had saved him from bites that would have been fatal to others. It was to be a battle of champions. Champions means പോരാളികൾ. ഇവിടെ രണ്ടുപേരും നല്ല ഫൈറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പോരാളികൾ തമ്മിലുള്ള യുദ്ധമായിരിക്കണം. ഹിസ്സിങ് ഡിഫയൻസ്, വെല്ലുവിളിയോടെ ചീറ്റിക്കൊണ്ട്, പാമ്പ് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട്. ഹിസ് ഫോക്ക്ഡ് ടങ്, അവൻ്റെ ഫോക്ക്ഡ് മീൻസ് രണ്ടായി പിരിയുന്ന വൈ ഷേപ്പിലുള്ള ടങ് നാവ്. ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, അകത്തേക്കും പുറത്തേക്കും ചലിപ്പിച്ചുകൊണ്ട്. ദ കോബ്ര റൈസ്ഡ് 3 of his 6 feet, കോബ്ര തൻ്റെ 6 അടിയിൽ നിന്ന് 3 അടി ഉയർത്തി. ഓഫ് ദ ഗ്രൗണ്ട്, നിലത്ത് നിന്നും. ആൻഡ് സ്പ്രെഡ് ഹീസ് ബ്രോഡ് സ്പെക്ടക്കിൾഡ് ഹുഡ്, എന്നിട്ട് സ്പ്രെഡ് വിടർത്തി. ഹീസ്, അവൻ്റെ ബ്രോഡ് വിശാലമായ, സ്പെക്ടക്കിൾഡ് ഹുഡ്, ഹുഡ് എന്നാൽ ഫണം, പത്തി. സ്പെക്ടക്കിൾഡ് കണ്ണട ധരിച്ച, നമ്മൾ കണ്ടിട്ടുണ്ടാവും പാമ്പിൻ്റെ ഫണം, അവിടെ ഒരു കണ്ണടയുടെ ആകൃതി രൂപം കാണാം. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, മംഗൂസ് അവൻ്റെ വാല് കുടഞ്ഞു. ദ ലോങ് എയർ ഓൺ ഹിസ് പെയിൻ, അവൻ്റെ നട്ടെല്ലിന്മേലുള്ള നീണ്ട രോമങ്ങൾ. സ്റ്റുഡപ്പ്, എണീറ്റ് നിന്നു, അതൊക്കെ ഉയർന്നു നിന്നു. ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്ത്. ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ, അവൻ്റെ രോമത്തിൻ്റെ കട്ടി. ഹാഡ് സേവ്ഡ് ഹിം, അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫ്രം ബൈറ്റ്സ്, കടികളിൽ നിന്നും. ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ, അവ മാരകമായിരിക്കും. ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് മാരകമായേക്കാവുന്ന, വിനാശകരമായേക്കാവുന്ന പല കടികളിൽ നിന്നും അവനെ അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ദോ ദ കമ്പാറ്റൻസ് were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. One was a myna and the other a jungle crow, not the wily urban crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. Though the combatants were unaware. Combatants means യോദ്ധാക്കൾ. unaware, അറിയാത്തവർ. യോദ്ധാക്കൾ എൻ്റെ സാന്നിധ്യം അറിയാത്തവരായിരുന്നെങ്കിലും. ഇൻ ദ ബനിയൻ ട്രീ, ആൽമരത്തിൽ. ദേ സൂൺ ബിക്കെയിം അവെയർ, പക്ഷേ അവർ പെട്ടെന്ന് അറിഞ്ഞു. ഓഫ് ദ അറൈവൽ ഓഫ് 2 other spectators, spectators കാണികൾ. മറ്റു 2 കാണികളുടെ എത്തൽ, വരവ് അവർ അറിഞ്ഞു. വൺ വാസ് എ മൈന, ഒന്നൊരു മൈനയായിരുന്നു. ആൻഡ് ദ അതർ, മറ്റേ ആൾ എ ജംഗിൾ ക്രോ, ഒരു കാട്ടുകാക്ക. നോട്ട് ദ വൈലി അർബൻ ക്രോ, വൈലി മീൻസ് സൂത്രമുള്ള, അർബൻ ക്രോ നഗരത്തിലുള്ള സൂത്രമുള്ള കാക്കയല്ല. ദ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻസ്, അവർ ഈ തയ്യാറെടുപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോർ ബാറ്റിൽ, എന്തിനുള്ള, യുദ്ധത്തിനുള്ള. ആൻഡ് ഹാഡ് സെറ്റിൽഡ്, അവർ നിൽപ്പുറപ്പിച്ചു. ഓൺ ദ കാക്ടസ്, കള്ളിമുൾ ചെടിയിൽ. ടു വാച്ച് ദ ഔട്ട്കം, ഔട്ട്കം മീൻസ് റിസൾട്ട്, റിസൾട്ട് കാണാൻ വേണ്ടി.
ഹാഡ് ദേ ബീൻ കണ്ടന്റ്, അവർ സംതൃപ്തരായിരുന്നെങ്കിൽ, ഓൺലി ടു വാച്ച്, കാണൽ കൊണ്ട്, ഓൾ വുഡ് ഹാവ് ബീൻ വെൽ, എല്ലാം നല്ലതാകുമായിരുന്നു, വിത്ത് ബോത്ത് ഓഫ് ദം, അവർ രണ്ടു പേർക്കും. അവർ രണ്ടുപേരും കണ്ടുകൊണ്ട് മാത്രം അവിടെ ഇരുന്നിരുന്നെങ്കിൽ എല്ലാം മംഗളമാകുമായിരുന്നു അവർ രണ്ടു പേർക്കും. പക്ഷെ അവർ അതല്ല ചെയ്തത്. അതുകൊണ്ട് അവർക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് ശേഷം പറയുന്നുണ്ട്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, trying to mesmerize the mongoose into making a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. The cobra stood, cobra നിന്നു, on the defensive, പ്രതിരോധത്തിൽ, സ്വയിങ് ആടിക്കൊണ്ട്, സ്ലോലി പതുക്കെ, ഫ്രം സൈഡ് ടു സൈഡ്, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ ആടിക്കൊണ്ട്, ട്രെയിൻ ടു മെസ്മറൈസ്, ട്രെയിൻ ശ്രമിച്ചുകൊണ്ട്, ടു മെസ്മറൈസ് വശീകരിക്കാൻ, ദ മംഗൂസ് കീരിയെ, ഇൻ ടു മാക്കിംഗ് എ ഫാൾസ് മൂവ്, ഒരു തെറ്റായ ചലനമുണ്ടാക്കുന്നതിൽ. ബട്ട് ദ മംഗൂസ് ന്യൂ, പക്ഷേ കീരി അറിഞ്ഞു, മനസ്സിലാക്കി, ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ്, അവൻ്റെ എതിരാളിയുടെ ശക്തി. എന്തിൻ്റെ ശക്തി? ഒപ്പോണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ്, ഗ്ലാസ് പോലത്തെ പൂട്ടാത്ത കണ്ണുകളുടെ. ആൻഡ് റെഫ്യൂസ്ഡ് ടു മീറ്റ് ദം, അവയെ കണ്ടുമുട്ടാൻ അവൻ വിസമ്മതിച്ചു, അവിടേക്ക് നോക്കാൻ അവൻ വിസമ്മതിച്ചു. ഇൻസ്റ്റഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗെയ്സ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. ഇൻസ്റ്റഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗെയ്സ്, പകരം അവൻ തൻ്റെ നോട്ടം ഫിക്സ് ചെയ്തു, ഉറപ്പിച്ചു, അറ്റ് എ പോയിൻ്റ്, ഒരു പോയിൻ്റിൽ, ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്, കോബ്രയുടെ ഫണം, ഹുഡ് മീൻസ് ഫണം, പത്തി, പത്തിയുടെ താഴെ. ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്, എന്നിട്ട് ആക്രമണം തുടങ്ങി. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി, പെട്ടെന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ട്, അൺടിൽ ഹി വാസ്, അൺടിൽ വരെ, ഏതുവരെ? ഹി വാസ് ജസ്റ്റ് വിത്തിൻ കോബ്രാസ് റീച്ച്, കോബ്രയുടെ അടുത്തെത്തുന്നത് വരെ. കോബ്ര ആക്രമിക്കുകയാണെങ്കിൽ ദേഹത്ത് തട്ടാവുന്ന അത്രക്കും അടുത്ത്. ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്, ഫെയിൻറ്റ് മീൻസ് വ്യാജമായ, കപടമായ ഒരു ചലനം അവൻ നടത്തി, ടു വൺ സൈഡ്, ഒരു ഭാഗത്തേക്ക്. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, ദ കോബ്ര സ്ട്രക്ക്, മൂർഖൻ ആക്രമിച്ചു. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ, അവൻ്റെ വലിയ പത്തി താഴേക്ക് വന്നു. സോ സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ. ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്, ഞാൻ വിചാരിച്ചു കീരിയെ ഒന്നും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല, എന്തായാലും കീരിക്ക് ആ ഒരു ആക്രമണം ഏറ്റിട്ടുണ്ടാവും. ബട്ട് ദ ലിറ്റിൽ ഫെലോ, പക്ഷേ ആ ചെറിയ ആൾ, ജമ്പഡ് നീറ്റിലി, നല്ല വൃത്തിയായി ചാടിയിട്ട് വൺ സൈഡ്, ഒരു ഭാഗത്തേക്ക്. ആൻഡ് ഡാർട്ടഡ് ഇൻ, അകത്തേക്ക് നീങ്ങി. ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, മൂർഖൻ്റെ അതേ വേഗതയിൽ. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, പാമ്പിനെ അതിൻ്റെ പുറത്ത് കടിച്ചുകൊണ്ട്. ആൻഡ് ഡാർട്ടിങ് എവേ, ദൂരേക്ക് നീങ്ങിക്കൊണ്ടും. എഗെയിൻ, വീണ്ടും, ഔട്ട് ഓഫ് റീച്ച്, എത്താവുന്ന ദൂരത്ത് നിന്നും. മൂർഖന് കീരിയുടെ അടുത്തേക്ക് എത്താവുന്ന ദൂരത്ത് നിന്നും അകലേക്ക് മാറിക്കൊണ്ട്.